നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ പോകാറുണ്ട്. ക്ഷേത്രത്തിൽ പലവിധ വഴിപാടുകളും ചെയ്യാറുണ്ട്. ക്ഷേത്രത്തിൽ ചെന്ന് വഴിപാട് കഴിച്ച ശേഷം കിട്ടുന്ന ആ പ്രസാദം നിങ്ങൾ എന്താണ് ചെയ്യാറ്? അത് അമ്പലത്തിൽ തന്നെ വെച്ചിട്ട് പോരുകയാണോ അതോ വീട്ടിൽ കൊണ്ടുവരാറുണ്ടോ? വീട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം ഈ പ്രസാദം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളെല്ലാവരും അമ്പലത്തിൽ പുഷ്പാഞ്ജലി ചെയ്യുകയും കൂടാതെ അവിടെ കൊടുക്കുന്ന പ്രസാദം വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണല്ലേ. നിങ്ങൾ ഈ പ്രസാദം വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്കൂ. വീട്ടിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ്. ഒരുപാട് പേര് ഈ പ്രസാദം കൊണ്ടുവന്നിട്ട് അറിയാതെ തെറ്റുകൾ ചെയ്യാറുണ്ട്. അത് ഗുണത്തേക്കാളേറെ ദോഷം വരുത്തി വയ്ക്കാറുമുണ്ട്. നമ്മൾ ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം ചെയ്യുന്ന ഈ തെറ്റുകൾ ചിലപ്പോൾ നമ്മൾക്ക് ആ ദർശനത്തിൻ്റെ ഫലം പോലും കിട്ടാതെ പോകാം. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിച്ചറിയാവുന്നതാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ കൃഷ്ണഗീതി ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ആദ്യം ചെയ്യേണ്ടത് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന സമയത്ത് പ്രധാന ദേവന്മാരെയും ഉപദേവന്മാരെയും ഒക്കെ കണ്ട് പ്രാർത്ഥിച്ച ശേഷം വേണം ഈ അമ്പലത്തിൽ നിന്ന് പ്രസാദവും തീർത്ഥവും ഒക്കെ സ്വീകരിക്കാൻ. ചില ആളുകൾ നേരെ കയറി ചെന്ന് പ്രസാദവും തീർത്ഥവും സ്വീകരിച്ച ശേഷം തൊഴുന്നത് കാണാറുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. ആദ്യം തൊഴുത് പ്രദക്ഷിണം ചെയ്ത ശേഷം വേണം പ്രസാദം നമ്മൾ സ്വീകരിക്കാൻ. ചില ക്ഷേത്രങ്ങളിലെ തിരുമേനിമാർ നമ്മൾ തീർത്ഥവും പ്രസാദവും വാങ്ങാൻ ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട്, തൊഴുത് പ്രദക്ഷിണം വെച്ച് വന്നതാണോ എന്ന്. അതുപോലെ ഉപദേവതയെ തൊഴുത ശേഷമേ പ്രസാദം സ്വീകരിക്കാവൂ. ഒരു ക്ഷേത്രത്തിൽ ചുറ്റും ഉപദേവതമാർ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ശിവന്റെ അമ്പലമാണെങ്കിൽ അവിടെ ഒരു ഗണപതി പ്രതിഷ്ഠ ഉണ്ടായിരിക്കുന്നതാണ്. അവിടെ കരിപ്രസാദം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തൊഴുത ശേഷം ആ പ്രസാദം എടുത്ത് തൊടുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. ശേഷം പ്രദക്ഷിണം വച്ച് വന്ന് പ്രസാദവും തീർത്ഥവും വാങ്ങുക. ചിലർ അകത്ത് പ്രതിഷ്ഠയിലേക്ക് നോക്കി നിന്നുകൊണ്ട് പ്രസാദം തൊടുന്നത് കാണാറുണ്ട്. ഇങ്ങനെ ചെയ്യാതെ പുറത്ത് വന്ന് അല്പം സൈഡിലേക്ക് മാറി നിന്ന് വേണം പ്രസാദം അണിയേണ്ടത്. അമ്പലത്തിൽ ഭഗവാന് ചാർത്തിയ മാല വീട്ടിൽ കൊണ്ടുവന്ന് പൂജാമുറിയിൽ ചാർത്താമോ? ഇപ്പോൾ പലരും ചെയ്യുന്ന ഒരു സങ്കടമുള്ളൊരു കാഴ്ചയാണിത്. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദവും മാലയുമൊക്കെ തൊട്ട് കഴിഞ്ഞ ശേഷം അവിടെ എവിടെയെങ്കിലും ഒന്ന് വെച്ചേക്കും. അല്ലെങ്കിൽ അമ്പലത്തിലെ ആ തൂണിൽ തേച്ച് വയ്ക്കും. അമ്പലത്തിൽ നിന്ന് തലേന്ന് ചാർത്തിയ മാല പിറ്റേന്ന് അമ്പലത്തിൽ നിന്ന് വാങ്ങി പൂജാമുറിയിൽ വെക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ പിറ്റേന്ന് അതെടുത്ത് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് പാപം വരുത്തി വെക്കരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അമ്പലത്തിൽ പോയി തൊഴുത് പ്രസാദവും വാങ്ങിച്ച് നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ പോരുക. ഒരു കാരണവശാലും ഒരു കടയിലോ വേറൊരു വീട്ടിലോ കയറാൻ നിൽക്കരുത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാകും, ദൂരെ അമ്പലത്തിൽ പോകുമ്പോൾ എന്ത് ചെയ്യുമെന്ന്. ദൂരെ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിലൊക്കെ ആയിരിക്കാം നമ്മുടെ താമസം. അതൊരു ഇടത്താവളം മാത്രമാണ്. അല്ലാതെ വരുന്ന വഴി ഒരു ബന്ധുവിൻ്റെ വീട്ടിലോ കൂട്ടുകാരുടെ വീട്ടിലോ ഒന്നും കയറാൻ നിൽക്കണ്ട. നേരെ വീട്ടിലേക്ക് പോരുക. ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദം വീട്ടിൽ അശുദ്ധിയായിട്ടിരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാമോ? വേണ്ട. അവർക്ക് ആ പ്രസാദം കഴിക്കുവാനോ അത് തൊടാനോ ചെയ്യരുത്. കുളിച്ച് ശുദ്ധിയായ ശേഷം മാത്രമേ അത് തൊടാവുള്ളൂ. ചിലർ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദം ഫ്രിഡ്ജിൻ്റെ മുകളിലും TV സ്റ്റാൻഡിലും ബെഡ്റൂമിലും ഡൈനിങ് ടേബിളിൻ്റെ മുകളിലും ഒക്കെ വെക്കുന്നതായി കാണാം. ഒരിക്കലും അങ്ങനെ കൊണ്ടുവരുന്ന പ്രസാദം അശുദ്ധിയാക്കരുതേ. ഭഗവാന്റെ ചൈതന്യമുള്ള ആ പ്രസാദം അത്ര ശുദ്ധമായിട്ടും
വൃത്തിയോടും കൂടി വേണം നമ്മളത് പൂജിക്കാൻ. അത് ഒരു പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ വെക്കുക, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് വെക്കുക. അതിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് എനർജി ആ കുടുംബം മുഴുവനും ഉണ്ടാകും. 3 ദിവസത്തിന് ശേഷം അതിൽ തൊടാനുള്ള പ്രസാദവും കുങ്കുമവും എടുത്ത് ഒരു ചെപ്പിലിട്ട് വെച്ച ശേഷം ആ പൂക്കൾ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്തിടുക, അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് കുഴിച്ചിടുക. ഒരു കാരണവശാലും ഈ പ്രസാദം വീട്ടിലിരിക്കുന്ന ഫോട്ടോയിലോ വിഗ്രഹത്തിലോ തൊടിയിക്കരുത്. അത് ഭഗവാനെ പൂജിച്ച നിർമാല്യമാണ്. എന്നാൽ വാഹനത്തിലോ വീടിൻ്റെ വാതിലിലോ കുറി പോലെ തൊടിയിക്കാവുന്നതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ എല്ലാവരും അമ്പലത്തിൽ പായസം, അപ്പം, അട എന്നിങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യാറുണ്ടല്ലേ. ഈ നേദ്യങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം രണ്ടാമത് ചൂടാക്കാനോ അല്ലെങ്കിൽ കൊണ്ടുവന്ന പായസത്തിൽ മധുരം കുറവാണ് എന്ന് പറഞ്ഞ് വീണ്ടും അതിലേക്ക് മധുരം ചേർക്കുവാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യരുത്. ഭഗവാൻ അത് എങ്ങനെയാണോ കഴിച്ചത് അതേപോലെ അതേ സ്വാദോടുകൂടി വേണം നമ്മളും അത് കഴിക്കാൻ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഭക്തിയോടെ ശുദ്ധമായി പ്രാർത്ഥനയോടെ ഭഗവാന് സമർപ്പിച്ചാൽ മാത്രമേ അതിൻ്റെ പരിപൂർണമായ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. ഈ അറിവുകൾ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ഒരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു.